നമസ്കാരം. 9th സ്റ്റാൻഡേർഡ് മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് അതിലെ പേജ് നമ്പർ 25 ക്വസ്റ്റ്യൻസ് 1 and 2 ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. We have seen in class 8 that any odd numbers can be written as the difference of two perfect squares. Use this to draw squares of area 7 square centimeters and 11 square centimeters. What are the lengths of the areas of these squares? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 8th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓഡ് നമ്പേഴ്സിനെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കി എഴുതാനായിട്ട്. അതായത് ഒരു ഒറ്റ സംഖ്യ രണ്ട് പൂർണ്ണവർഗ സംഖ്യകളുടെ വ്യത്യാസമായി എഴുതാൻ ഇത് ഉപയോഗിച്ച് രണ്ട് സ്ക്വയേഴ്സ് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സ്ക്വയറിൻ്റെ ഏരിയ 7 സെൻറ്റിമീറ്റർ സ്ക്വയറും മറ്റേ സ്ക്വയറിൻ്റെ ഏരിയ 11 സെൻറ്റിമീറ്റർ സ്ക്വയറും. അപ്പോൾ ഈ തിയറം ഉപയോഗിച്ചിട്ട് രണ്ട് സമചതുരങ്ങൾ വരയ്ക്കണം, പിന്നെ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ പഠിച്ചിരിക്കുന്നത്? ഒരു ഓഡ് നമ്പറിനെ നമുക്ക് ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അതായത് ഒറ്റ സംഖ്യകളെ നമുക്ക് രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാൻ പറ്റും. ഇവിടെ നോക്ക്, 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 4 മൈനസ് 1 3. അതുപോലെ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 9 മൈനസ് 4 5. അതേപോലെ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്നാണ് 16 മൈനസ് 9, ഇവിടെ 7 ആണ്. അതുപോലെ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ 25 മൈനസ് 16, അപ്പോൾ 9. അതുപോലെ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 11. അപ്പോൾ ഇതെല്ലാം ഓഡ് നമ്പേഴ്സാണ്. ഈ ഓഡ് നമ്പേഴ്സിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ കഴിയും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്കിവിടെ വരക്കേണ്ടത് എന്തൊക്കെയാണ്? രണ്ട് സ്ക്വയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ക്വയറിൻ്റെ ഏരിയ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അടുത്ത നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് 11 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഒരു സ്ക്വയറാണ്. അപ്പം സ്ക്വയറിൻ്റെ ഏരിയയാണ് 7 അല്ലേ? സ്ക്വയറിൻ്റെ ഏരിയ ഓഫ് സ്ക്വയർ ആണ് 7 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദർഫോർ സൈഡ് എന്തായിരിക്കും? ആ സ്ക്വയറിന്റെ സൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ദർഫോർ സൈഡ് ഇസ് ഈക്വൽ ടു √7 ആയിരിക്കും. √7 സെൻറ്റിമീറ്റർ. അതുപോലെ ഈ 11 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ആ സ്ക്വയറിന്റെ സൈഡ് എന്തായിരിക്കും? അത് √11 ആയിരിക്കും. അപ്പം നമ്മുടെ ഇവിടെ നമുക്ക് പ്രധാന കാര്യം എന്താണ്? ഈ √7 കണ്ടുപിടിക്കണം. എന്നാൽ √7 സെൻറ്റിമീറ്റർ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല √7. അപ്പോൾ ആ √7 ഇത്രയാണെന്ന് കിട്ടിയാൽ നമുക്ക് അത് വെച്ചിട്ട് ബാക്കി 4 സൈഡും വരയ്ക്കാം അല്ലേ? അതുപോലെ √11 എത്രയാണെന്ന് കിട്ടിയാൽ അതും വെച്ചിട്ടൊരു സ്ക്വയർ വരയ്ക്കാം. അപ്പോൾ ഇവിടെ √7, ആദ്യത്തെ ക്വസ്റ്റ്യൻ √7 ആണ്. √7 എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സ്കെയിലിൽ √7 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഈ 7നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 എഴുതാം. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് 11 ആണ്. 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 11. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 7. ഇനി എങ്ങനെ √7ലേക്ക് എത്താം എന്നുള്ളതല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ? പൈത്തഗോറസ് തിയറം. എന്താണ് പൈത്തഗോറസ് തിയറം? റൈറ്റ് ആംഗിൾ ട്രയാംഗിളുമായിട്ട് വരുന്ന ഒരു തിയറമാണ് പൈത്തഗോറസ് തിയറം. ഇപ്പം ഇത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് H എന്ന് കൊടുത്തിട്ടാ. അതുപോലെ ഇത് ബേസ് B, ഇതെന്താണ്? ഹൈറ്റ്. ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ബേസ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ഓർ ഹൈറ്റ് രണ്ടും പറയാം കേട്ടോ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയാം. ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ബേസ് സ്ക്വയറും ഹൈറ്റ് സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ കിട്ടും. ഏതെങ്കിലും രണ്ടെണ്ണം കിട്ടിയാൽ നമുക്ക് മൂന്നാമത്തേത് കിട്ടും. ഇവിടെ √7 എന്നുള്ളത് ഈ 4 3 √7 വരുന്ന ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ,
ഇപ്പം ഇവിടെ ബേസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ ബേസ് ഇത് നമുക്കറിയില്ല, ഇത് രണ്ടും അറിയാം. അപ്പം ബേസ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ അല്ലേ? അതുപോലെ ഹൈറ്റ് ആണ്, ഹൈറ്റ് സ്ക്വയർ ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ കുറയ്ക്കുക. അപ്പോൾ ഏതെങ്കിലും രണ്ട് സൈഡ് കിട്ടിയാൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് ഈ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ മൈനസ് വരുന്നു, 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 എന്നാണ്. അപ്പം ഇതിൽ വലുത് ഏതാണ്? 4 സ്ക്വയർ ആണ്. അത് ഈ മെഷർമെന്റ് വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എങ്ങനെ വരും എന്ന് നോക്കാം. നമ്മൾ റഫ് സ്കെച്ച് വരച്ച് നോക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, വെറുതെ ഒരു റഫ് സ്കെച്ചാണ്. ഇതാണ് 90 ഡിഗ്രി. അപ്പം മെഷർമെന്റ് എന്തൊക്കെയുണ്ട് ഇതിന്റെ വരണം? 4 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ √7. കാരണം 4ഉം 3ഉം സ്ക്വയറിലാണ്, 7 സ്ക്വയർ അല്ല. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് √7. ഇത് 3ഉമാണ് ഇതിന്റെ സൈഡ് വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 4. അതായിരിക്കും ഹൈപ്പോട്ടന്യൂസ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത്. ഇത് 4, ഇത് 3. അപ്പൊ ഇതെന്തായിരിക്കും? √7. അപ്പൊ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചാൽ നമുക്ക് √7 എന്നുള്ളത് എത്രയാണെന്ന് കിട്ടും. അപ്പൊ ഇതൊരു റഫ് സ്കെച്ചാണ്. ഇത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? നിങ്ങളിപ്പോൾ ആദ്യം ഒരു 3 സെന്റിമീറ്റർ എടുക്കുക. ആദ്യം നിങ്ങൾ ഒരു 3 സെന്റിമീറ്റർ സ്കെയിലിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ 3 സെന്റിമീറ്റർ വരച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇവിടുന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി ഇവിടെ 3, ഇത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല, പക്ഷെ ഈ ലെങ്ത് അറിയാം 4. അപ്പൊ എന്ത് ചെയ്യണം? ഇത് 3 അല്ലേ ഈ പോയിന്റ്. ഇവിടെ നിന്ന് കോമ്പസിൽ നമ്മൾ 4 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുക്കാം. കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുത്തിട്ട് അത് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ഈ ലൈൻ ഇങ്ങനെ നീട്ടിപ്പോട്ടെ. ഇവിടെ നിന്ന് ഇപ്പോൾ 4 സെന്റിമീറ്റർ ഇത്രയാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ആർക്ക് വരും. ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഇത് 4 സെന്റിമീറ്റർ കോമ്പസിൽ മാർക്ക് ചെയ്തിട്ട് ഈ ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇവിടെ. അപ്പൊ 3ഉം 4ഉം നമ്മൾ എടുത്ത്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ ബാക്കി ഈ സൈഡ് എന്തായിരിക്കും? ഇത് √7 ആയിരിക്കും. √7 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പൊ √7 കിട്ടി. കഴിഞ്ഞില്ല. നമ്മുടെ പ്രോബ്ലം എന്താണ്? √7 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ വരക്കണം, അല്ലെങ്കിൽ 7 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയർ വരക്കണം. അപ്പൊ 7 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ സൈഡ് √7 ആണ്. ഈ √7 കിട്ടി. ഇനി ഈ മെഷർമെന്റ് എടുത്തിട്ട് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. കോമ്പസിൽ ഈ മെഷർമെന്റ് കട്ട് ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് √7 മെഷർമെന്റ് എടുത്തിട്ട് കട്ട് ചെയ്യുക. ഇവിടെ നിന്നും √7 എടുത്തിട്ട് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ സ്ക്വയർ കിട്ടും. ഇത് √7 ആണ്, ഇത് √7 ആണ്, ഇത് √7 ആണ്. അപ്പം ഈ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? ഇതിന്റെ ഏരിയ 7 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അല്ലെങ്കിൽ ഈ സമചതുരത്തിന്റെ പരപ്പളവ് 7 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ ഇപ്പൊ √7 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയാണ്. അപ്പൊ അതിന്റെ സൈഡ് √7 വരണം എന്ന് മനസ്സിലാക്കാം. അപ്പൊ 7 എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് നോക്കുക. ഏതൊക്കെ സ്ക്വയറിന്റെ ഡിഫറൻസിലാണ് 7 വരുന്നതെന്ന് ഇത് എഴുതി നോക്കുക. അപ്പൊ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണ് 7 വരുന്നത്. അപ്പൊ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ സൈഡ്സ് കിട്ടി. 4, 3 √7 ആണ്. അപ്പൊ അതിൽ നമുക്ക് √7 ആണ് അറിയാൻ പാടില്ലാത്തത്. അപ്പൊ അത് ഒരു റഫ് സ്കെച്ച് വരച്ച് നോക്കുക. എന്നിട്ട് ഇവിടെ 3 സെന്റിമീറ്റർ എടുക്കുക. ഇവിടെ നിന്ന് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് 4 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുക. അപ്പൊ ഈ സൈഡ് കിട്ടി. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യുമ്പം ഇത് എത്രയായിരിക്കും? √7. ഈ √7 വരുന്നത് അങ്ങനെ വരച്ചതാണ് ഇത്. ഈ √7 വരുന്നതാണ് അത്. ആ സൈഡ് വരുന്ന സ്ക്വയർ ആണ് നമുക്ക് വരക്കേണ്ടത്. അപ്പൊ ഇത് കിട്ടിയില്ലേ? ഇനി ഇതിന്ന് കോമ്പസിൽ എടുത്തിട്ട് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്യുക. അപ്പൊ ഈ പോയിന്റ് കിട്ടി. പിന്നെ ഇവിടെ നിന്ന് ഈ പോയിന്റ് കിട്ടി. ജോയിൻ ചെയ്താൽ നമ്മൾ
പറഞ്ഞ സ്ക്വയർ കിട്ടി, അല്ലെങ്കിൽ സമചതുരം 7 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം നമ്മളൊരു റഫ് സ്കെച്ച് വരച്ച് നോക്കിക്കോ. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടുന്ന് 3 എടുത്ത് ഇവിടുന്ന് ഒരു മട്ടകോൺ എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇവിടുന്ന് 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റ് കിട്ടും. അപ്പം ഇത് കിട്ടി. എന്നിട്ട് ഇവിടെ പിന്നെ ഇതായിരിക്കും √7. അങ്ങനെ വരയ്ക്കാം. ഇതുപോലെ തന്നെ √11. √11 ഏതാണ് എടുക്കേണ്ടത്? 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 11 എന്നുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് √11 കണ്ടുപിടിക്കണം അല്ലേ? 11 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇതെടുക്കാം. 4 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 11. അതായത് 6ഉം 5ഉം √11 ഉള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുക. അപ്പോൾ ഒരു റഫ് സ്കെച്ച് വരച്ച് നോക്കുക. റഫായിട്ടൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ച് നോക്കുക. ഇതിൽ നോക്ക് 6, 5 √11. അപ്പോൾ ഇതിൽ വലുത് ഏതാണ്? 6 അല്ലേ? അപ്പോൾ ഇതായിരിക്കും ഹൈപ്പോട്ടന്യൂസ് 6, ഇത് 5, ഇത് √11. ഇനി ഇതെങ്ങനെ നമുക്ക് വരയ്ക്കാം? നിങ്ങളൊരു സ്കെയിൽ എടുത്തിട്ട് ഒരു 5 സെന്റിമീറ്റർ വരയ്ക്കുക. ഇത് 5 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് ആംഗിൾ വരയ്ക്കുക. മട്ടകോൺ അല്ലെങ്കിൽ പ്രൊട്രാക്ടർ എടുത്തിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി ഈ പോയിന്റ് അറിയാമല്ലോ, 5 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് 6 സെന്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യുക. 6 സെന്റിമീറ്റർ ഇവിടെ നിന്ന് ആർക്ക് കട്ട് ചെയ്യുമ്പോൾ അത് ഇവിടെ വന്ന് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതെന്താണ്? 6 സെന്റിമീറ്റർ. അപ്പൊ ഈ സൈഡ് എന്തായിരിക്കും? ഇതാണ് √11. നമുക്ക് സൈഡ് കിട്ടി √11. ഇനി ഇത് ഇങ്ങോട്ട് √11 മാർക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഈ പോയിന്റ് കിട്ടി. പിന്നെ ഇവിടെ നിന്ന് √11 കോമ്പസിൽ ഇതെടുത്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ നിന്നും √11 എടുത്ത് കട്ട് ചെയ്യുക. അപ്പോൾ അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്വയർ കിട്ടി. ഇത് √11. അതായത് ഏരിയ 11 അല്ലെങ്കിൽ പരപ്പളവ് 11 സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന സ്ക്വയർ ഓർ സമചതുരം നമ്മൾ ഇവിടെ വരച്ചു. മനസ്സിലായല്ലോ? സൈഡ് ഓഫ് ഫസ്റ്റ് സ്ക്വയർ ഈസ് √7 സെന്റിമീറ്റർ. അതുപോലെ സൈഡ് ഓഫ് സെക്കൻഡ് സ്ക്വയർ ഈസ് √11 സെന്റിമീറ്റർ. Question number 2. What is the area of the square in the picture? What is the length of its sides? അപ്പോൾ ഈ പിക്ചറിൽ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. അതിനോട് ചേർന്ന് വരുന്നൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൽ 2 സൈഡ്സ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ ആദ്യം സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കണം. സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് അൺനോൺ ആണല്ലോ. അത് എത്രയാണ് തന്നിട്ടില്ല. അപ്പോൾ ആ ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് സ്ക്വയറിൻ്റെ സൈഡ്. ആ ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ സ്ക്വയറിൻ്റെ സൈഡ് കിട്ടും. പിന്നെ നമുക്ക് ഏരിയ കാണാം സൈഡ് ഇൻറ്റു സൈഡ് വെച്ചിട്ട്. ഇവിടെ നമ്മൾ ആ ലെങ്ത്ത് കാണാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ പൈതഗോറസ് തിയറം. അത് ഉപയോഗിച്ചിട്ട് ആ ട്രയാങ്കിളിൻ്റെ 3ാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കണം. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ സൈഡ് കിട്ടണം. സ്ക്വയറിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നോക്ക്, ഇത് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡാണ്. ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഈ സൈഡ് കണ്ടുപിടിക്കാം. ഈ സൈഡ് കണ്ടുപിടിച്ചാൽ അതാണല്ലോ സ്ക്വയറിൻ്റെ വശങ്ങളായി വരുന്നത്. സ്ക്വയറിൻ്റെ വശം കിട്ടില്ല, അതിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? വശം ഇൻറ്റു വശം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്ന് ഈ ഹൈറ്റ് ഇതെങ്ങനെ കണ്ടുപിടിക്കും? പൈതഗോറസ് തിയറം വെച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഈ ഹൈറ്റിന് ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. ദെൻ എക്സ് സ്ക്വയർ, പൈതഗോറസ് തിയറം എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് height square is equal to hypotenuse square. ഇവിടെ നമുക്ക് ഹൈറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഹൈറ്റ് എന്താണ്? ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, അതായത് ഇവിടെ എക്സ് സ്ക്വയർ ആണ്. നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് എക്സ് ആണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ.
ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് എന്താണ് 3.5 സ്ക്വയർ മൈനസ് ബേസ് എന്താണ് 1.5 സ്ക്വയർ. 3.5 സ്ക്വയർ 35 സ്ക്വയർ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് 1225 കിട്ടും. അപ്പോൾ 3.5 ആണ്. അതായത് 3.5 ഇൻറ്റു 3.5 ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ എന്ത് വരും 12.25. 12.25. ഇനി 15 സ്ക്വയർ 15 ഇൻറ്റു 15 225. ഇവിടെയും 1.5 ഇൻറ്റു 1.5 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വേണം. അപ്പോൾ എന്ത് വരും മൈനസ് 2.25. ഇനി 12.25 നിന്ന് 2.25 മൈനസ് ചെയ്യണം. 0 0 0 1. അപ്പോൾ എന്ത് വരും 10 വരും. ഇവിടെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 കിട്ടി. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 10. സ്ക്വയർ റൂട്ട് ഓഫ് 10 സെൻറ്റിമീറ്റർ. ഇതെന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ ഒരു സൈഡാണ്. എല്ലാ സൈഡും ഈക്വൽ അല്ലേ സ്ക്വയറിൻ്റെ. ഇനി സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? ഏരിയ ഓഫ് സ്ക്വയർ സൈഡ് സ്ക്വയർ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 10 ഇൻറ്റു റൂട്ട് 10. റൂട്ട് 10 ഇൻറ്റു റൂട്ട് 10 എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം റൂട്ട് 100. 100ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? അല്ലെങ്കിൽ 100ന്റെ വർഗ്ഗമൂലം എന്താണ്? 10. അപ്പോൾ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സ്ക്വയറിൻ്റെ ഏരിയ. അല്ലെങ്കിൽ ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് 10 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി സൈഡ് ലെങ്ത് എന്താണ്? ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് ചോദിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ്. സൈഡ് ഓഫ് സ്ക്വയർ റൂട്ട് 10 സെൻറ്റിമീറ്റർ.